ഇത് ഓരോ സമുദായത്തിനും മനസ്സിലാവും. നമുക്ക് ഇന്ന് മനസ്സിലാവാത്ത തത്വങ്ങൾ നാളെയുടെ ചർച്ചയാണ്. എന്താണ് ജിന്നെന്ന് സയൻസ് പറയാൻ പോകുന്നുണ്ട്. പറയും അവർ, ഇത് ഖുർആനിന്റെ ചർച്ചയാണ്. 7 ആകാശം എന്ന കൺസെപ്റ്റ് ഇന്ന് ലോകത്തിന് മനസ്സിലായിട്ടില്ല. എന്താണ് ആകാശമെന്ന് നാളെ വരുന്ന ആളുകൾക്കുള്ള ചർച്ച വിഷയമാണ്. ഖുർആൻ ഇട്ട് കൊടുക്കുന്ന വിഷയമാണ്. ഇന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. ഖുർആൻ നിഷേധിക്കല്ലേ? നമുക്ക് തിരിയാത്തത് എന്താണെന്ന് അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് അതിലുണ്ട്. അത് നമ്മൾ എടുത്തു. അല്ലാഹു സ്വമദ്, എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അല്ലാഹുവിന് ആരെയും വേണ്ട. ഈ ഖുർആൻ കൊണ്ടേ നിങ്ങൾക്ക് മോചനമുള്ളൂ. മോചനം വേണോ? നിങ്ങൾ ഖുർആൻ സ്വീകരിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാഹു പറയാം, അല്ലാഹു സ്വമദാണ്. ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരക്ഷരം ഖുർആനിൽ വെറുതെ വന്നെന്ന് പറയാൻ പറ്റില്ല. ഒരക്ഷരം അതിന് മീനിങ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ക്ഷമയെപ്പറ്റി പറഞ്ഞതാ സൂറത്തുൽ ലുഖ്മാൻ. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഒന്ന്. അടുത്തത് വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. രണ്ടാമത് പറഞ്ഞു കൊടുത്തില്ല, കൂടിയിട്ടുണ്ട്. മിൻ അസ്മിൽ ഉമൂർ ആദ്യത്തിലുണ്ട്. ഇവിടെ വന്നപ്പോൾ ലമിൻ അസ്മിൽ ഉമൂർ. എന്തിനാണ് ഒരു ലാമ്? അല്ലാഹുവിന്റെ വചനങ്ങളിൽ ഏറെയില്ല. അല്ലാഹുവിന്റെ വചനങ്ങളിൽ ആശയപൊരുത്തമല്ലാതെ അല്ലാഹു വാക്കുകളെ ഭംഗിയാക്കാൻ വേണ്ടി അർത്ഥശൂന്യമായ വാക്ക് അല്ലാഹു ഉപയോഗിക്കില്ല. ഇത് പരിശുദ്ധ ഖുർആനാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ക്ഷമിക്കുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നു, ഈ ചർച്ചകളിലൂടെ ഇസ്ലാം നൽകുന്ന സന്ദേശത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ ഇടയിലൂടെ ക്ഷമിക്കാൻ പറയുന്നു. നമുക്കൊക്കെ അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. അസുഖം വരും, ക്യാൻസറാണ് നമ്മൾ കേൾക്കും. അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിന് വരുന്ന അസുഖങ്ങളും പ്രയാസങ്ങളും ഇത് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നും. ആരോടെ പകരം കിട്ടുക? അല്ലാഹു തന്നതല്ലേ, ഞാൻ ക്ഷമിക്കാം. ആ ക്ഷമക്ക് വലിയ ഖനം വേണ്ട. കാരണം ആരോടും പകരം ചോദിക്കാനില്ല. നേരെ മറിച്ച് വേറെ ഒരാൾ ഒരു പണി ചെയ്തു, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ പൊട്ടിപ്പോയി, നിങ്ങൾ വിടുവോ? ഇല്ല. നിങ്ങളുടെ നിന്ന് പൈസ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഒരാൾ മുങ്ങിക്കളഞ്ഞു, നിങ്ങൾ പറയില്ല ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല. പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. കഴിയാത്ത ആളാണ് പൊരുത്തപ്പെട്ട് കൊടുക്കില്ല. ബുദ്ധിമുട്ടി ഒരാൾ, അത് സഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മളൊക്കെ ക്ഷമയെ പറ്റി പറയും അല്ലേ? ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്നോടങ്ങനെ ചെയ്തോ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ രണ്ട് ക്ഷമയുടെ വിഷയം. ഒന്ന്, അല്ലാഹു നിങ്ങളും തമ്മിലെ വിഷയം. നിങ്ങൾ പോയി കാല് വെച്ചിട്ട് നിങ്ങൾ വീണു, ആരെ കുറ്റം പറയാൻ? നിങ്ങൾ പോകുന്നിടത്ത് ഒരാൾ കാലുകൊണ്ട് വള്ളി വെച്ച് വീഴ്ത്തി, അപ്പൊ നിങ്ങൾക്ക് അയാളോടൊരു ദേഷ്യം. ക്ഷമിച്ചു കൊടുത്തു. അവിടെ നല്ല ക്ഷമ വേണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ആയത്തിലേക്ക് വരും. എന്താ അല്ലാഹു പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ അസാബക. മോനെ, നിനക്ക് വരുന്ന മുസീബത്തുകൾ നീ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് വളരെ പ്രയാസമേറിയ എന്നാൽ ഏറ്റവും നല്ല കാര്യമാണ്. താഴെ വരുന്നു. എന്താ? സംഘടനകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗമാണത്. അങ്ങനെ അക്രമങ്ങളും ദുൽമും ചെയ്യുമ്പോ വലമൻ സബറ വഗഫറ, ആരെങ്കിലും പുറത്തു കൊടുക്കുകയോ മാപ്പാക്കുകയോ ചെയ്യുമെങ്കിൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ആ ക്ഷമ കുറച്ച് കട്ടിയുള്ള ക്ഷമയാണ്. അപ്പൊ ലമിൻ എന്നല്ല എന്ന ഒരൊറ്റ അക്ഷരേ വന്നിട്ടുള്ളൂ. ആശയത്തിലെ വ്യത്യാസം എന്താണ്? ഖുർആൻ കണ്ടിട്ട് മുസ്ലിമായ ആളാണ് ലിയോപോൾ വെലിസ്. അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. ലിയോപോൾ വെലിസ് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നും ഒരു ബിസിനസ് പേഴ്സൺ, ഒരു പ്രൊഫഷണൽ. അബുദാബിയിലൊക്കെ നമ്മളൊക്കെ നേരപ്പെടുത്താൻ പറഞ്ഞിട്ടുന്ന നമ്മുടെ ആ ഒരു ജോലി അല്ലേ? ട്രെയിനിൽ സിറ്റി ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നും തോന്നും ഒരുപാട് പ്രശ്നം, സൈൻ പോട്ടലുണ്ട്. പക്ഷെ ഭയങ്കര മ്ലാനത, മുഖത്തൊരു സമാധാനമില്ലാതിരിക്കുക. എല്ലാവരും പറഞ്ഞ ഡെഡ് സൈലൻസ്, ആരും മിണ്ടുന്നില്ല. അവരുടെ നേരെ നോക്കിയിട്ട് എന്തൊക്കെയോ ഒരു ടെൻഷൻ മുഖത്തുണ്ട്. എന്നാൽ അത് എന്താണെന്ന് അറിയാം. എന്നും ഇത് കാണാൻ. ഇത് പ്രൊഫഷണൽ ദുന്യാവിന് വേണ്ടി മരിക്കുന്നവന്റെ വിഷയം ഇതാണ്. ഒരിക്കലും സമാധാനം കിട്ടൂല. എന്റെ ബിസിനസ് നാളെ മറ്റേ കമ്പനിയായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ആളൊന്ന് അത് എടുത്തു മാറ്റോ, അതുകൊണ്ട് അതിന്റെ മുമ്പ് എനിക്ക് ആ ക്ലയന്റിനെ കിട്ടണം. ഇതിന്റെ ടെൻഷൻ അതാണ്. ഷിപ്മെന്റ് ചെയ്ത വിഷയം എത്തിയോ ഇല്ലയോ, ഇതിന്റെ ടെൻഷൻ അതാണ്. എന്റെ സാലറി നാളെ
കൂടൂലേ എന്നുള്ള വിഷയം അതാണ്. ഡേറ്റ് ആയിട്ടുണ്ട്, എന്റെ സാധനം ഡിറക്റ്റ് ആയി പോവോ എന്ന ഇങ്ങനെ മനുഷ്യൻ ദുനിയാവിനെ പറ്റി ബേജാറില്ല. ഒരു പുതുസിയായ ഹദീസിന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പറയാണ്, എന്റെ ദാസനെ നീ നിന്റെ റിസ്കിനെ പറ്റി പേടിക്കണ്ട, അത് ഞാൻ നിനക്ക് തരും. ഞാൻ നിനക്ക് തരുന്നത് തൃപ്തിപ്പെട്ടാൽ ഞാൻ നിനക്കതിൽ ബർക്കത്ത് ചെയ്യും, നിന്നെ ഞാൻ ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ നിനക്ക് തരുന്നത് നീ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വന്യമൃഗങ്ങൾ അന്നം തേടി കഷ്ടപ്പെടുന്ന പോലെ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തും. എന്നിട്ട് നീ ചാടി വീട് കിട്ടുന്നതോ ഞാൻ നിനക്ക് കണക്കാക്കിയതേ നിനക്ക് കിട്ടൂ. എന്റെ അടുത്ത് നിന്യനായി പോവുകയും ചെയ്യും. ഏത് വേണം തീരുമാനിച്ചോ. അല്ലാഹു പറഞ്ഞു, മനോഹരമാണ്. അല്ലാഹു പറഞ്ഞു, മനുഷ്യ, ഇന്നത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നാളത്തെ ഭക്ഷണം നീ എന്നോട് ചോദിക്കല്ലേ. എന്തുകൊണ്ട്? നാളത്തെ ഇബാദത്ത് ഞാൻ നിന്നോട് ഇന്ന് ചെയ്യാൻ പറയുന്നില്ല. നീ ഇന്നത്തെ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നാളത്തേത് ചോദിക്കല്ലേ. നാളത്തെ ഇബാദത്ത്, നാളത്തെ ആരാധന, നാളത്തെ ഇബാദത്ത് ഇന്ന് നീ പോയിക്കൊണ്ട് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ ബേജാറാവല്ലേ. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നീപ്പോൾ വയസ്സ് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം, മുഖത്തൊരു മ്ലാനത. അദ്ദേഹം വീട്ടിൽ ചെന്ന് തന്റെ ഭാര്യയെന്ന് ഇസ്ലാമിനടുത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി മേശപ്പുറത്തുണ്ട്. എടുത്തുനിന്ന് നോക്കി, തുറന്നു തന്നെ, സമ്പത്ത് വേണം, സമ്പത്ത് വേണം എന്ന ചിന്തയിൽ, ഉണ്ടാക്കണം പോരാ എന്ന ചിന്തയിൽ നിങ്ങൾ മരണം വരെ ഈ ചിന്തയിൽ അക്ഷമനായി കഴിഞ്ഞുകൂടുകയാണല്ലേ. എന്നാണോ വന്നത്? സമ്പത്ത് പോരാ എന്ന ചിന്ത, ഇതല്ലേ നിന്നെ അലോസരപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന സൂറത്തു തകാസുർ കണ്ടപ്പോഴാ ലിയോപോൾ അല്ലാഹുവേ ദൈവമേ എന്ന് അയാൾ വിളിച്ചു. ഇതാണല്ലോ ഞാൻ അന്വേഷിക്കുന്നത്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. റിസ്ക് നീ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ സസ്റ്റനൻസ് ആൻഡ് പ്രൊവിഡൻസ് നിന്റെ കയ്യിലാണെങ്കിൽ ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? അങ്ങനെ മുസ്ലിമായി ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് മുഹമ്മദ് അസദ് എന്നാണ്. റോഡ് ടു മക്ക എന്ന പുസ്തകം എഴുതി മക്കയിലേക്കുള്ള പാത, തന്റെ ഇസ്ലാമിലേക്കുള്ള പാതയെ വെട്ടിത്തെളിച്ച് ജേർണലിസ്റ്റാണ് ലിയോപോൾ വെയ്സ്. ഇന്നറിയപ്പെടുന്ന എന്താണ്? മുഹമ്മദ് അസദ്. 1970കളിൽ ഇംഗ്ലണ്ട് കണ്ട പോപ്പ് ഗായകനാണ് കാറ്റ് സ്റ്റീവൻസ്. ലോകം കണ്ട അന്നത്തെ 1970കളിലെ പോപ്പ് സിംഗറാണ്. ആരാണ് ഈ പോപ്പ് ഗായകൻ? അദ്ദേഹം മൊറോക്കോയിൽ വന്നപ്പോൾ എനിക്ക് ബാങ്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹം മ്യൂസിക്കുമായി, നമുക്കറിയാം ഒരു പോപ്പ് ഗായകന്റെ ജീവിതത്തിൽ എന്താ ദുനിയാവിൽ കിട്ടാത്ത സുഖം എന്താണ്? എല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മ്യൂസിക്കും ചെവിയിൽ വെച്ച് നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, അല്ലാഹ്, ഖുർആൻ കയ്യിലുള്ള ഒരു സമൂഹം അതുപേക്ഷിച്ച് മ്യൂസിക് ചെവിയിൽ വെക്കണോ? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം എന്ന് ചോദിച്ചു, ഇതെന്താണ്? ബാങ്ക് ആദ്യത്തെ വെക്കാം, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, മ്യൂസിക് ഫോർ ഗോഡ്, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള മ്യൂസിക്കാണ്. മ്യൂസിക് ഫോർ ഗോഡ് അങ്ങനെയുണ്ടോ? മ്യൂസിക് ഫോർ മണി, മ്യൂസിക് ഫോർ ഫെയിം, മ്യൂസിക് ഫോർ ഫൺ, ഇതൊക്കെ എനിക്കറിയാം. ദൈവത്തിന് വേണ്ടി മ്യൂസിക്കോ? അവിടെ ഒരു അദ്ദേഹത്തിൽ ചിന്ത തുടങ്ങാം. ആ ബാങ്കിന്റെ വചനം ഹദീസിൽ വന്ന നിബിധങ്ങൾക്ക് സ്വപ്നദർശനം വന്ന വഹീന്റെ വചനമാണ്. അതിനും ചില ചലനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. അദ്ദേഹം തന്റെ ഒരു ഹോളിഡേ, അദ്ദേഹം അത് പോയത് 1976 മൊറോക്കോയിൽ വന്ന് 1977 ഇന്ന് ജീവിച്ചിരിക്കുന്നതാണ്. 77 അദ്ദേഹം കാലിഫോർണിയക്കടുത്തുള്ള മാലിബു ദ്വീപിൽ, അവിടെ അദ്ദേഹം ഒരു ഹോളിഡേ വെക്കേഷന് പോയപ്പോ കടലിൽ സ്വിമ്മിങ്ങിനിറങ്ങി, കുളിക്കാനിറങ്ങിയപ്പോ തിരമാല വന്ന് ഇയാളെ കൊണ്ടുപോയി കടലിലേക്ക്. ഒരൊറ്റ നിലവിളി, Oh my God, if you save me, I will work for you. അദ്ദേഹം ഇന്നും അത്ഭുതത്തിൽ, അഭിമാനത്തിന്റെ സംഭവം പറയും. പടച്ചവനെ, ദൈവമേ, അല്ലാഹുവാണോ യേശുവാണോ ഒന്നും അദ്ദേഹത്തിനറിയില്ല. അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ദൈവമേ, നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടി സേവനം ചെയ്യും. ആ പണി ഇന്ന് ചെയ്യുന്ന ഒരു മഹാനായ ദാഇയായി മാറിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. ഒരു തിരമാല കണ്ട് വന്ന് അദ്ദേഹത്തെ കരയിലോട്ട് തള്ളിക്കൊണ്ടുവന്നു. അദ്ദേഹം മനസ്സിലാക്കി, ഇത് ദൈവികമാണ്, ഇത് അല്ലാഹുവിനെ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെന്നിട്ട് കിട്ടിയത് സൂറത്ത് യൂസുഫ് ഇങ്ങനെ മറിച്ചു നോക്കി. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇത്ര മനോഹരമായി ചാരിത്രശുദ്ധി, വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ അനുഭവം മനോഹരമായി വിവരിച്ച രംഗം അദ്ദേഹം പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ ഞാൻ തോന്നി, ഇത് ദൈവികമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കഥ എഴുതാൻ കഴിയില്ല. സൂറത്ത് യൂസുഫ് കണ്ടുകൊണ്ടാണ് അല്ലാഹുവാണ് എന്റെ രക്ഷകൻ എന്ന് മനസ്സിലാക്കി ഇന്ന് ജീവിച്ചിരിപ്പുള്ള കാറ്റ് സ്റ്റീവൻസ്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കുന്നവർക്ക് ഹക്ക് മനസ്സിലാകുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സ്കിറ്റ്
ടെക്സസ് എന്ന് പറയുന്ന ഒരു പോപ്പ് പ്രൊട്ടസ്റ്റന്റ് ഫാമിലിയിൽ ജീവിച്ച അദ്ദേഹം ജീവിച്ചത് ഓഹിയോയിലാണ്. അമേരിക്കയിലെ ഓഹിയോയിൽ ജനിച്ച സ്കിപ്പ് എക്സസ്, അദ്ദേഹത്തിന്റെ പേരതായിരുന്നു അന്ന്. ഈജിപ്തുകാരനായ ഒരു മുഹമ്മദ് എന്ന ഒരു കൂട്ടുകാരനുണ്ട്, ബിസിനസ് പേഴ്സൺ. അയാളോട് ഞാൻ സംസാരിച്ചതാ, വെറുതെ അങ്ങനെ സംസാരിച്ചതാ അല്ല. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് ഇസ്ലാം? അപ്പൊ ഇയാൾ ചോദിച്ചു നിങ്ങളുടെ അന്ന് അദ്ദേഹം പ്രീസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന സമയം, പള്ളിയിലെ പ്രീസ്റ്റാണ്, പള്ളിയിലെ അച്ഛനാണെന്നൊക്കെ പറയില്ലേ. അദ്ദേഹം പറഞ്ഞു ഇസ്ലാം എപ്പോഴും ഏറ്റവും നല്ലത് സ്വീകരിക്കണമെന്ന് പറയുന്ന മതമാണ്. നിങ്ങളുടെ ക്രിസ്ത്യാനിസം ഇസ്ലാമിനേക്കാളും ശരിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഒന്ന് പറഞ്ഞിരി എന്താണ് ക്രിസ്തുമത വിശ്വാസം. അദ്ദേഹം പറഞ്ഞു എന്താ പറയാ, കല്യാണത്തിന് ഇങ്ങനെയാണ്, ശവസംസ്കാരം ഇങ്ങനെയാണ്, ജനിച്ചാൽ ഒരു മാമോദിസ, ഇതല്ലാതെ ഇതാണ് ജീവിതം. നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് പറ്റും, ഇത് പാടില്ല, ഇന്നതേ ചെയ്യാവൂ, ഇങ്ങനെ ജീവിത നിയമങ്ങൾ പറയുന്ന അതും ദൈവം എങ്ങനെ, അല്ലാഹു എങ്ങനെ ഇത് പറയുന്നത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയാം അദ്ദേഹം ഇന്ന് മുസ്ലിമാണ്, ദാഇയാണ്, യൂസുഫ് എന്നാണ് അദ്ദേഹത്തിന്. ഒരുപാട് യൂസുഫ്മാർ. മാർക്ക് ഹാൻസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ്. ഇന്ന് ലോകമറിയപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയൊരു ആലിമായി, തസവ്വുഫും ഷാദുലി ത്വരീഖത്തിന്റെ ഒരു മുരീദുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന വലിയ ആലിം. ഇന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദീനിനെ ഇത്രയധികം അടുത്ത് പഠിച്ച ഉസൂലുകൾ പഠിച്ച പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹംസ യൂസുഫ്. അദ്ദേഹം ഇന്ന് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പേരെന്താ, അദ്ദേഹത്തിന്റെ വൈഫുണ്ടായിരുന്ന എലീനി ഹാൻസൺ, അവരിന്ന് അവരുടെ പേര് ഉമ്മു യഹ്യ, അവർ മുസ്ലിമാണ്. ഇസ്ലാം എനിക്ക് സത്യം അറിയണമെന്നറിഞ്ഞവരുടെ മുമ്പിലാ ഒന്നും ഇസ്ലാം പിശുക്ക് കാണിച്ചിട്ടില്ല. സ്വീകരിച്ചോളൂ. അത് ഹൃദയത്തോട് സംവദിക്കുകയാണ്, കൽപ്പിനോടാ സംവാദനം. ദേഷ്യപ്പെടുന്ന ആളോടും ഖുർആനിന്റെ ഒത്തുമതി. കുട്ടിക്കും ഖുർആൻ മനസ്സിലാകുന്നുണ്ട് അല്ലേ? ഒരു രാജാവിനോട് പറയേണ്ടത് അല്ലാഹു ആ ശൈലി ഉപയോഗിക്കുള്ളൂ. വൃത്തിനോട് പറയുന്നതും അതേ ശൈലിയാണ്, ഒരേ ശൈലി. എല്ലാം എന്ത് മൂഡിലായാലും ഇത് മനസ്സിലാകും, ഇതുകൊണ്ട് ചലനുണ്ടാകും. അത് ഖുർആനിന്റെ മറ്റൊരു ഇജാസാണ്. അൽ മശാഇറുൽ ബശരിയ്യ, മനുഷ്യന്റെ കോൺഷ്യൻസിലേക്ക്, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ ഏത് മൂഡിലായാലും പ്രശ്നമില്ല. അതാണ് ഖുർആൻ. ഉദാഹരണം, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കണം എന്ന് തീരുമാനിച്ചു പോയ പ്രവാചകരുടെ അനുയായിയായി മാറിയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലണമെന്ന് ചിന്തിച്ചു പോകുമ്പോഴല്ലേ ഒരാൾ വഴിയെന്ന് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരി ഫാത്തിമ ബിൻതുൽ ഖത്താബ് മുസ്ലിമത്താണ്, അവരെ പോയി നന്നാക്കിയിട്ട് പോരെ നിങ്ങൾ നബിയെ കൊല്ലാൻ. അങ്ങനെ തിരിച്ചുപോയി ചെന്ന് അവർ ഖുർആൻ ഓതാൻ, ഫാത്തിമ എനിക്കത് തരുമെന്ന് പറഞ്ഞു. തരാൻ പറ്റില്ല, നിങ്ങൾ അവിശ്വാസിയാണ്, അതുകൊണ്ട് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായിട്ട് വരണം. കുളിച്ചു ശുദ്ധിയായിട്ട് വന്ന് ദേഷ്യമുള്ള ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതങ്ങനെ എടുത്തു നോക്കി, ഇത് മനുഷ്യന്റെ വചനമല്ലല്ലോ, ഇത് മനുഷ്യന് പറയാൻ കഴിയില്ലല്ലോ. ദേഷ്യമുള്ള ആളിന്റെ ഹൃദയത്തെ ചലിപ്പിച്ചു സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ വചനം.